ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദി റീപ്ലേസ്മെൻറ്റ് ബൈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഒരു ഹാലോ അരീനിലെ ഹാലജൻ ആറ്റത്തിനെ മാറ്റിയിട്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, അതായത് OH ഗ്രൂപ്പിനെ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നമുക്കിവിടെ നോക്കാം. ആദ്യത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ക്ലോറോബെൻസീനാണ്. ക്ലോറോബെൻസീനിലെ ക്ലോറിനെ മാറ്റി OH ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമല്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒരു ഹാലോ അരീനിൽ നടത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ പെർട്ടിക്കുലർ കണ്ടീഷൻസിൽ ഈ റിയാക്ഷൻ നടത്താം. ഇവിടെ നോക്കാം. ഇവിടെയുള്ള പെർട്ടിക്കുലർ കണ്ടീഷൻ എന്താണ്? ക്ലോറോബെൻസീൻ അണ്ടർഗോ റിയാക്ഷൻ വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 623 Kelvin ആൻഡ് 300 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. കൂടാതെ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഈ റിയാക്ഷൻ ചെയ്യുന്നത് ഈ കിട്ടിയ മോളിക്യൂളിനെ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? H+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് ആസിഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇങ്ങനെ 2 സ്റ്റെപ്പ് റിയാക്ഷൻ ചെയ്യുക വഴിയാണ് ക്ലോറോബെൻസീനെ ക്ലോറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് OH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അങ്ങനെ ക്ലോറോബെൻസീൻ ഫീനോളായിട്ട് മാറുകയും ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് NO2 ഗ്രൂപ്പ്, ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചറുള്ള NO2 ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് വരുന്ന റിയാക്റ്റൻറ്റുകളുടെ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഹാലജൻ ആറ്റം ആണ്. ഇവിടെ നമുക്ക് കാണാം ബെൻസീൻ റിങ്ങിൽ ഒരു ക്ലോറിൻ ആറ്റവും NO2 ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. NO2 ഗ്രൂപ്പിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കൂ. ക്ലോറിന് പാരാ പൊസിഷനായിട്ടാണ് NO2 ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോമ്പൗണ്ടിനെ എങ്ങനെയാണ് ക്ലോറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് OH ആക്കി മാറ്റുന്നത്? റിയാക്ഷൻ കണ്ടീഷൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ട്രീറ്റഡ് വിത്ത് NaOH അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 443 Kelvin. മാത്രമല്ല സെക്കൻഡ് സ്റ്റെപ്പിൽ ഇതിനെ കോൺസെൻട്രേറ്റഡ് ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായിട്ടുള്ള NO2 ഗ്രൂപ്പ് കൂടെ വന്നപ്പോൾ റിയാക്ഷൻ കണ്ടീഷൻ കുറച്ച് മതി അല്ലേ. ടെമ്പറേച്ചറൊക്കെ കുറച്ചും കൂടെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ കൂടുതൽ ഫെസിലിറ്റേറ്റ് ആയിട്ട് നടക്കുന്നു എന്ന് തന്നെ കാണാം. അടുത്തൊരു എക്സാമ്പിളിൽ 2 NO2 ഗ്രൂപ്പ്സ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും. ആ ഒരു കണ്ടീഷനിൽ നോക്കൂ. നേരത്തെ കണ്ട കണ്ടീഷനേക്കാൾ കുറഞ്ഞ ടെമ്പറേച്ചർ കണ്ടീഷനിൽ ഈ റിയാക്ഷൻ വളരെ ഈസി ആയിട്ട് നടക്കുകയും ക്ലോറിൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് OH ആയിട്ട് മാറുകയും ചെയ്യുന്നു. അടുത്തൊരു എക്സാമ്പിളിലോ ക്ലോറിന് ഓർത്തോ പൊസിഷൻസിലും പാരാ പൊസിഷനിലും NO2 ഗ്രൂപ്പ് വരുന്ന ഒരു കോമ്പൗണ്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോമ്പൗണ്ടിനെ ജസ്റ്റ് വാട്ടർ ഉപയോഗിച്ചിട്ട് വാം ചെയ്താൽ മതി അല്ലേ. ഈ കോമ്പൗണ്ടിനെ വെള്ളം ആഡ് ചെയ്തിട്ട് വാം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? Cl റീപ്ലേസ് ചെയ്തുകൊണ്ട് OH ആയിട്ട് മാറുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? NO2 ഗ്രൂപ്പിൻ്റെ പ്രസൻസ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായിട്ടുള്ള NO2 ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത്തരം ഓർഗാനിക് ഹാലോ അരീൻസിനെ വളരെ ഈസി ആയിട്ട് OH ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ടായിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നു. NO2 ഗ്രൂപ്പിൻ്റെ പൊസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. NO2 ഗ്രൂപ്പ് ഇൻ ദ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ ക്യാൻ ബി റിയാക്ട് ഈസിലി ഫോർ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ദ ഹാലജൻ ആറ്റം. ഹാലജൻ ആറ്റത്തിൻ്റെ റീപ്ലേസ്മെൻറ്റ് ഈസി ആയിട്ട് നടക്കുന്നത് NO2 ഗ്രൂപ്പ് ഓർത്തോ പൊസിഷനിലും അതുപോലെ തന്നെ പാരാ പൊസിഷനിലും വരുമ്പോഴാണ്. എന്താണ് അതിന് കാരണം? എന്താണ് അതിന് പിന്നിൽ രഹസ്യം? അതപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഹാലോ അരീൻ്റെ റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ഒരു ഹാലോ അരീൻ്റെ റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചേഴ്സ് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെയുള്ള റെസണൻസ് ഹൈബ്രിഡ് സ്ട്രക്ചറിൽ കൂടുതൽ ഇലക്ട്രോൺസ് സിറ്റുവേറ്റ് ചെയ്യുന്ന പൊസിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കൂ. ഓർത്തോ പൊസിഷനും പാരാ പൊസിഷനും. അതുകൊണ്ട് തന്നെ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും എല്ലാം NO2 ഗ്രൂപ്പ് വരുമ്പോൾ ഈ കോമ്പൗണ്ടുകൾ വളരെ ഈസി ആയിട്ട് ഇത്തരം കെമിക്കൽ റിയാക്ഷൻസ് സാധ്യമാക്കുന്നു.